ഹലോ ആൾ. അപ്പോൾ ഇന്ന് ഇത് എടുത്തോളെ. ഇന്ന് ഇവിടെ ഇന്ന് പടത്തിന്റെ റിവ്യൂ പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും കാറിലിരുന്നിട്ട് നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആ സീക്രട്ട് ഏജന്റിനെയൊക്കെ ഒന്ന് മിമിക് ചെയ്യാലോ കാറിലിരുന്ന് റിവ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇൻ ആൻഡ് ഔട്ട് ഫാമിലി എന്റർടൈനറാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പ്രത്യേകിച്ച് പൃഥ്വിരാജ് കുറേ കാലത്തിന് ശേഷമുള്ള ഒരു കോമഡി ട്രാക്കിലേക്ക് പോയ ഒരു മൂവി കൂടിയാണ്. പടം എല്ലാ ഫാമിലി ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. കാരണം പടം കണ്ട് മനസ്സ് നിറഞ്ഞിറങ്ങുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ്. കുറേ നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർത്തുല്ലസിച്ച് ചിരിക്കാൻ പറ്റും. ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാൻ ഉള്ള എല്ലാം ഈ പടത്തിലുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ അത്രയും ഇതായിട്ട് ചിരിക്കാൻ വേണ്ടി ഒരു ചിരിപ്പടം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. പിന്നെ പറയേണ്ടത് ബേസിൽ പൃഥ്വിരാജ് കോംബോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പലയിടത്തും നല്ല സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. BGM എല്ലാം നല്ല അടിപൊളിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് അജു വർഗീസിന്റെ ഒരു പാട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അതും നല്ല ഗംഭീരമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം തന്നെയാണിത്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും എനിക്കിഷ്ടമായത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് മോശം അല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പൃഥ്വിരാജ് ബേസിൽ കോംബോ അങ്ങനെയായിട്ട് ഒരിക്കലും ഒരു സ്പോയിലർ അല്ല ആയിട്ട് പോവുകയാണെങ്കിൽ, സെക്കൻഡ് ഹാഫിൽ അവർ തമ്മിലുള്ളൊരു ടോം ആൻഡ് ജെറി ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല പടങ്ങളിലെയും സ്പൂഫും ഒക്കെ പാട് ആഡ് ചെയ്തിട്ട്, പിന്നെ കാണുന്ന ആൾക്കാർ ഇതൊരു കോമഡി പടമാണ്, അതിൻ്റെയൊക്കെ ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് വേണം കാണാൻ. പിന്നെ എനിക്ക് മമ്മൂക്ക ഫാൻസിനോടൊരു ഒരു റിക്വസ്റ്റ് ഉള്ളത്, മമ്മൂക്കയുടെ ടർബോ ഇറങ്ങാൻ പോവാണല്ലോ, അതിനു വേണ്ടിയിട്ട് ഈ പടം ഡീഗ്രേഡ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ടർബോ നല്ല പടമാണെങ്കിൽ ടർബോ വിജയിക്കട്ടെ, അടിപൊളിയായിട്ട് വിജയിക്കട്ടെ. ടർബോ കോസ്റ്റ്യൂമായിട്ട് ഞാൻ പോകുന്നുണ്ട് പടം കാണാൻ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടർബോ കോസ്റ്റ്യൂമിലാണ് പടം കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ നല്ല പടങ്ങൾ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ നല്ല വേറെ ലെവലിലുള്ള പടങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയും വേറൊരു ലെവലിലെത്തട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഗുരുവായൂർ അമ്പലനടയിൽ.